Hey dears, welcome back to my channel Dr. B. Karthi. It's me Karthi here. ഇന്നത്തെ വീഡിയോ കുറച്ച് കമൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ദാറ്റ് ഈസ് മൈ സൈലം നീറ്റ് ജേർണി. അതിനൊരു ടൈറ്റിലൊക്കെ വെച്ച് ഞാനൊന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. ഞാൻ സൈലത്തിന്റെ സ്റ്റഡി മെറ്റീരിയൽസിനെ കുറിച്ചും വിച്ച് വൺ ഇസ് ബെറ്റർ എന്നല്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ 2 വീഡിയോസ് ചെയ്തിരുന്നു അബൌട്ട് സൈലം. അപ്പൊ ആ വീഡിയോയുടെ താഴെ കുറച്ച് കമന്റ്സ് വന്നിരുന്നു. ലൈക്ക് സൈലത്തിന്റെ ഹോസ്റ്റൽ എങ്ങനെയാണ്, ഹോസ്റ്റലിന്റെ ഫുഡ് എങ്ങനെയാണ്, ട്രാൻസ്പോർട്ടേഷൻ, കോഴ്സ് ഫീസ് എത്ര, ഫോൺ റെസ്ട്രിക്റ്റഡ് ആണോ എന്ന് പറഞ്ഞ കുറച്ച് കമന്റ്സ് വന്നിരുന്നു. സോ അതിനെയൊക്കെ ഞാൻ പിക്ക് ചെയ്തുകൊണ്ട് ഒരു Q&A പോലെ ആ കമന്റ്സിനെ ആൻസേഴ്സ് കൊടുക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. സോ ദാറ്റ് ഈസ് മൈ ടുഡേയ്സ് വീഡിയോ അബൌട്ട് മൈ സൈലം നീറ്റ് ജേർണി. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, എത്രയാണ് ഫീസ് സ്ട്രക്ചർ എന്നുള്ളതാണ്. ഞാൻ പഠിച്ചിറങ്ങിയത് 2024 ദാറ്റ് ഇസ് ദിസ് ഇയർ. ഈ ഇയറിലെ നീറ്റാണ് ഞാൻ എഴുതിയത്. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പഠിക്കാനായിട്ട് 2023 ജൂണിലാണ്. ആ സമയത്ത് ഞാൻ ഫസ്റ്റ് ബാച്ച് ആയിരുന്നു. ഞാൻ കോഴിക്കോടായിരുന്നു, അവരുടെ മെയിൻ സെന്റർ ആയിട്ടുള്ള കോഴിക്കോടായിരുന്നു ഞാൻ ഫസ്റ്റ് പോയിരുന്നത്. അവിടുത്തെ ഒരു ഹോസ്റ്റലിലാണ് ഞാൻ നിന്നിരുന്നത്. അറിയാലോ അവരുടെ ഹൈബ്രിഡ് സിസ്റ്റം ആണെന്ന്. ദാറ്റ് ഇസ് വീര ബാച്ച് എന്നാണ് അറിയപ്പെടുന്നത്, അവരുടെ ഓഫ്ലൈൻ കോഴ്സിനെ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഒരു ഹോസ്റ്റൽ വന്നിട്ട് ഒരു 45 മിനിറ്റ്സ് 1 അവർ ദൂരമുള്ള ഒരു ഹോസ്റ്റലായിരുന്നു. ഞാൻ ഓഫ്ലൈൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ വീട് ഇപ്പോൾ ട്രിവാൻഡ്രം ആണ്. ഞാൻ അവിടെ നിന്ന് അതുവരെ പോയത് അവിടെ അവരുടെ മെയിൻ സെൻറ്റർ അല്ലേ എന്നൊക്കെ പറഞ്ഞാണ് പോയത്. പക്ഷെ എന്നിട്ട് എനിക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവരുടെ ഹോസ്റ്റലായാലും എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഇങ്ങനെ ആവണമെന്നില്ല. ഒന്നാമത്തെ കാര്യം എൻ്റെ ഫാമിലിയെ വിട്ടിരിക്കുന്നു, പിന്നെ അവിടുത്തെ ഹോസ്റ്റൽ എനിക്ക് അത്ര അങ്ങ് സുഖപ്പെട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നു. ട്രിവാൻഡ്രത്ത് തന്നെ ജോയിൻ ചെയ്തു. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സെൻറ്റർ വന്നിട്ട് അവരുടെ ഒരു ബ്രാഞ്ച്. ട്രിവാൻഡ്രം ശ്രീകാര്യം എന്ന് പറയാം ആ സ്ഥലത്തായിരുന്നു ഇവരുടെ ട്രിവാൻഡ്രത്തിന്റെ കോഴ്സ്. അപ്പം എനിക്ക് അവിടുന്ന് ട്രാൻസ്ഫറിങ് ഒക്കെ വളരെ ഈസി ആയിരുന്നു. പെട്ടെന്ന് തന്നെ ഒറ്റ ഡേയിൽ തന്നെ എല്ലാം സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മാറ്റി ട്രാൻസ്ഫർ ചെയ്തു തന്നു. അതിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സോ അവിടുത്തെ കോഴ്സ് ഫീസ് വന്നിട്ട് 89,000 ആയിരുന്നു. ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് എൻ്റെ കോഴ്സ് ഫീസ് 89,000 ആയിരുന്നു, ഇൻക്ലൂഡിങ് അവരുടെ ടാബ്ലറ്റ്, സൈലത്തിന്റെ മെറ്റീരിയൽസ്, അവരുടെ ടീഷർട്ട് എല്ലാം കിട്ടും. എല്ലാത്തിനും കൂടെ ചേർത്ത് 89,000 ഉണ്ടായിരുന്നുള്ളൂ. ദെൻ വന്നിട്ട് അവരുടെ ഹോസ്റ്റൽ ഫീസ്. ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട്. ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷം എൻ്റെ വീട്ടിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഞാൻ ഡേ സ്കോളറായിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. സോ അതിൻ്റെ 2ന്റെ എക്സ്പീരിയൻസ് എനിക്കറിയാം. ഹോസ്റ്റലിലായിരുന്ന സമയത്ത് ഹോസ്റ്റൽ ഫീസ് നമ്മൾ കൊടുക്കണം. പെർ മന്ത് 9,500 ആണ്, ഇൻക്ലൂഡിങ് ഫുഡ്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ. ഞാൻ പറഞ്ഞല്ലോ 1 അവർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നത്. അപ്പം അതെല്ലാം കൂടെ ചേർത്താണ് 9,500 വന്നത് ആ സമയത്ത് കേട്ടോ. ഈ സമയത്ത് മാറ്റം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത്രയും രൂപയാണ് വന്നത്. പിന്നെ ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഡേ സ്കോളർ ആയിരുന്നത്. ആ സമയത്ത് അതിന് മുമ്പായിട്ട് ഒരു ഇതും കൂടെ ഉണ്ട്. ഹോസ്റ്റലിൽ ഫോൺ യൂസ് ചെയ്യാമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. യെസ്, ഫോൺ യൂസ് ചെയ്തുകൂടാ. സ്മാർട്ട് ഫോൺസ് ഒന്നാമതേ അലൗഡ് അല്ല അവിടെ. ബ്രില്യൻറ്റിലൊക്കെ അലൗഡ് ആണെന്ന് തോന്നുന്നു. എനിക്ക് ഇവിടുത്തെ കാര്യം വന്നിട്ട് സൈലത്തിൽ ഫോണ് അലൗഡ് അല്ല. സ്മാർട്ട് ഫോൺസ് അവിടെ കൊണ്ടുപോകാനേ പാടില്ല. പിന്നെ വന്നിട്ട് കീപാഡ് ഫോണും കൊണ്ടുപോകാൻ പാടില്ല. ഞാൻ വെച്ച് കൊണ്ടുപോകാൻ പാടില്ല. ആകെ കൂടി നമുക്ക് അവിടെ നിന്ന് ഫോണ് തരും ആഴ്ചയിൽ 2 ദിവസം. അത് 2 ദിവസം നമുക്ക് ബാച്ച് വൈസ് ഇങ്ങനെ തിരിച്ചു തരും. ഇപ്പോൾ മൺഡേ, വെനസ്ഡേ ആണോ, സാറ്റർഡേ, തേഴ്സ്ഡേ ആണോ എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ തിരിച്ചു തരും നമ്മുടെ ഓരോ റൂം അനുസരിച്ച്. ആ റൂമിലുള്ള പിള്ളേർക്ക് ഇങ്ങനെ അവർ ഇന്ന ദിവസം എന്ന് പറഞ്ഞ് തന്നിരിക്കും. ആ ദിവസത്തിൽ വെറും 10 മിനിറ്റ് അവരുടെ ലോഗ് ബുക്ക് ഉണ്ട്. ആ ലോഗ് ബുക്കിൽ ഇപ്പം നമ്മൾ 8 മണിക്കാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ 8 to 8:10 എന്നുള്ളത് നമ്മളവിടെ എഴുതി വെക്കണം. എന്നിട്ട് നമ്മൾ വിളിക്കണം. അങ്ങനെയാണ് അവരുടെ ഫോണിന്റെ സ്ട്രക്ചറൊക്കെ. ഫോണൊന്നും അലൗഡ് അല്ല, ഫോണും കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. പിന്നെ വന്നിട്ട് ഹോസ്റ്റലിലെ ലൈബ്രറി ഫെസിലിറ്റി. ലൈബ്രറീസ് ഒക്കെ നല്ലതാണ്. അത്യാവശ്യം നല്ല കുറേ ബുക്സ് ഉണ്ട്. നമുക്ക് ഹോസ്റ്റലിൽ വെച്ച് യൂസ് ചെയ്യാം. അല്ലാണ്ട് സൈലത്തിൽ ചെന്ന് നമുക്ക് ബുക്സ് ബോറോ ചെയ്ത് നമുക്ക് അതും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വന്നിട്ട് ക്ലാസ്സസ് ഒക്കെ അറിയാലോ, ഹൈബ്രിഡ് സിസ്റ്റം ആണ്. ദാറ്റ് ഈസ് 1 ഡേ ഓൺലൈൻ ക്ലാസ്, നെക്സ്റ്റ് ഡേ ഓഫ്ലൈൻ ക്ലാസ്. ഓൺലൈനിൽ പിന്നെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ, ഓൺലൈനിൽ ഇപ്പം നമ്മൾ യൂട്യൂബ്സിലൊക്കെ കുറേ ക്ലാസ്സസ് ഉണ്ടല്ലോ. ലൈക്ക് GIBസിനൊക്കെ ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ ആയിട്ട് വരുന്ന കുറേ ടീച്ചേഴ്സ് ലൈക്ക് ജാബിർ സർ, ശ്രുതി മാം, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി ഫോർ ഓൺലൈൻ ആണ്. അവരാരും ഓഫ്ലൈനിൽ പഠിപ്പിക്കാൻ കാണില്ല.
ഞാനൊക്കെ ആദ്യമേ അതൊക്കെ കണ്ടുകൊണ്ടാണ് സത്യം പറഞ്ഞ കോഴിക്കോട് പോയത്. ഇങ്ങനത്തെ കുറേ ടീച്ചേഴ്സൊക്കെ നമുക്ക് കണ്ട് പരിചിതം ആയിട്ടുള്ള കുറേ ടീച്ചേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വെച്ച്. പക്ഷെ അങ്ങനെയല്ല, ഓഫ്ലൈനിൽ വേറെ കുറേ ടീച്ചേഴ്സാണ്, അവരാരും ഓൺലൈനിൽ പഠിപ്പിക്കാനും കാണില്ല. എന്നിരുന്നാൽ പോലും ടീച്ചേഴ്സൊക്കെ അടിപൊളി ഫ്രണ്ട്ലിയാണ്. നമുക്ക് ടീച്ചേഴ്സ് എന്നുള്ളൊരിത് തോന്നില്ല. നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഇൻട്രാക്ഷനൊക്കെ ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഡൗട്ട് ക്ലിയറൻസിനെ കുറിച്ച്, ഡൗട്ട് ക്ലിയറൻസും ഓൺലൈനിലാണെങ്കിൽ നമുക്ക് അവരുടെ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സ് ഫീസ് അടയ്ക്കാൻ നേരത്ത് തന്നെ നമുക്ക് കുറേ ആപ്സ് കിട്ടും. ആപ്പിൽ തന്നെ കുറേ ബാച്ചസ് ഉണ്ട്, ലൈക്ക് എൻഡ് ഗെയിം, സൈലം പ്രീമിയർ ലീഗ്, XPL എന്നാണ് ഷോർട്ട് ഫോം, പിന്നെ എന്താണ് ഫാസ്റ്റ് ട്രാക്ക്, അങ്ങനത്തെ കുറേ ബാച്ചസ് ഉണ്ട്. അത് എക്സാമിനോട് അടുക്കാൻ നേരത്താണ്. അതെല്ലാം നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിന് നമുക്ക് ആ ആപ്പിലൂടെ തന്നെ ലഭിക്കും. ആപ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഡൗട്ട്സ് ചോദിക്കാം, അതിനൊക്കെയുള്ള റിപ്ലൈസ് നമുക്ക് അപ്പം തന്നെ കിട്ടും. അപ്പം തന്നെ അല്ല, ഒരു ഹാഫ് ആൻ അവർ ഒക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓഫ്ലൈൻ ക്ലാസ്സിൽ ഡൗട്ട്സ് ആണെങ്കിൽ നമുക്ക് ബ്രേക്ക് സമയത്ത് ഡൗട്ട്സ് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ നല്ല ക്ലിയർ ആയിട്ട് ഈവൻ നമുക്ക് പോർഷൻസോ ഒരു ചാപ്റ്ററിൻ്റെ എത്ര കണ്ടന്റ് എല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും. അതുകൊണ്ട് ഡൗട്ട് ക്ലിയറൻസിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ് സൈലത്തിൽ. ഓഫ്ലൈൻ ക്ലാസ്സിൽ കേട്ടോ, ഞാൻ ഓൺലൈൻ അങ്ങനെ ചോദിച്ചിട്ടില്ല. ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇപ്പോൾ നമുക്ക് ഒരു പോർഷൻ നമുക്ക് അറിഞ്ഞുകൂടാമെങ്കിൽ പോലും അവർക്ക് ടീച്ചേഴ്സിന് ഫ്രീ ആയിട്ടുള്ള സമയത്ത് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവർ പറഞ്ഞു തരും. നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരും. അതാണ് ഡൗട്ട് ക്ലാരിഫിക്കേഷനെ കുറിച്ച്. പിന്നെ വരുന്നത് സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. ഞാനൊരു സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ എന്തൊക്കെ ബുക്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ലൈക്ക് അവരുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലാണ്ട് വർക്ക് ബുക്ക് ഉണ്ട്, ബയോളജി നോട്ട്സ് എന്ന് പറഞ്ഞ ബുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, സോ യു ക്യാൻ ചെക്ക്. ദെൻ വന്നിട്ട് അവരുടെ മെൻറ്റേഴ്സിൻ്റെ മെൻറ്റർഷിപ്പ് എങ്ങനെയാണെന്നുള്ളത്. ഓഫ്ലൈൻ ക്ലാസ്സിലെ മെൻറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ബാച്ചിനും ഒരു 2 മെൻറ്റർ വെച്ച് കാണും. അവർ നമുക്ക് എക്സാം ടൈമിൽ ഒക്കെ നമ്മുടെ കൂടെ തന്നെ കാണും. ലൈക്ക് രാവിലെ എപ്പോഴും നമുക്ക് എക്സാമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ എന്താണോ പഠിച്ചത് അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്ട്രിക്ട്ലി ആ കണ്ടന്റ് മാത്രം ബേസ് ചെയ്തിട്ടുള്ളൊരു എക്സാം ഉണ്ട്. മോർണിംഗ് ഒരു 8:30 to 9 o'clock വരെ. നമ്മുടെ ക്ലാസ്സസ് ആർ ഫ്രം 8:30 till 6 PM. അത്രയും നമുക്ക് ക്ലാസ്സസ് ആണ്. പിന്നെ അതായത് ഫിസിക്സിന് 2.5 hours, കെമിസ്ട്രി 2.5 hours, ബയോളജി ഈച്ച് 1 hour 15 minutes ഈച്ച് വെച്ചിട്ട്, അങ്ങനെ ബോട്ടണി, സുവോളജി. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ആവശ്യം പോലെ ബ്രേക്കൊക്കെ കിട്ടും. അല്ലാണ്ട് വേറെ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. സോ മെൻറ്റേഴ്സിനെ വെച്ചിട്ട് നമുക്ക് രാവിലെ എക്സാം ടൈമിൽ നമുക്ക് മെൻറ്റേഴ്സ് കാണും. അല്ലാണ്ട് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് മെൻറ്റേഴ്സിൻ്റെ അടുത്ത് പറയാം. അവർ നല്ല രീതിയിൽ തന്നെ നമുക്ക് റെസ്പോൺസ് കിട്ടും. ദെൻ വന്നിട്ട് വീക്ക്ലി എക്സാംസ്, അങ്ങനത്തെ കാര്യങ്ങൾ. വീക്ക്ലി എക്സാം ആയിട്ടില്ല, വീക്ക്ലി എക്സാം ആയിട്ട് നമുക്കില്ല. ഞാൻ പറഞ്ഞ പോലെ ഡെയിലി എക്സാംസ് ആയിട്ടാണ്. നമ്മൾ തലേ ദിവസം പഠിക്കുന്നത് എന്തോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പിറ്റേ ദിവസമുള്ള ഒരു എക്സാം, അതാണ് ഡെയിലി എക്സാംസ്. അത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വീക്ക്ലി എക്സാം ആയിട്ടില്ല. പിന്നെ നമുക്ക് ഈ GIBs മോക്ക് ടെസ്റ്റ് ഒക്കെ വരുമല്ലോ, ആ സമയത്ത് യൂണിറ്റ് വൈസ് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് കമ്പൈൻ ചെയ്തിട്ട് ഒരു എക്സാം അവർ നടത്തും. അത് നല്ല യൂസ്ഫുൾ ആണ്. അതൊന്നും എന്നുമല്ല, ആ എക്സാം എപ്പോഴാണോ അതിൻ്റെ ഒരു 2-3 ദിവസം മുമ്പായിട്ട് അടുപ്പിച്ച് നമുക്ക് എക്സാംസ് കാണും. വൈകുന്നേരങ്ങളിൽ നമുക്ക് ആ ഇതിൻ്റെ എക്സാം കാണും. അത് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടൊക്കെ അന്ന് തന്നെ നമുക്ക് ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്യും. അതുമല്ല പാരൻസിനൊരു വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട്, പാരൻസിൻ്റെ നമ്പർ മാത്രം വെച്ചിട്ട്. അപ്പോൾ ആ മാർക്ക് ഷീറ്റ് പാരൻസിനും പോവും. റാങ്ക് ബേസ് ചെയ്തിട്ട് PDF ആക്കി അവർ അയച്ചു തരും. സോ അതാണ് മാർക്കിൻ്റെ ബേസ് ചെയ്തിട്ട് എക്സാംസ് കുറിച്ച്. ദെൻ ഞാൻ പറഞ്ഞത് ഞാനൊരു ഡേ സ്കോളർ ആയിരുന്നു. ഫസ്റ്റ് ഞാൻ ഹോസ്റ്റലിലായിരുന്നു. ഹോസ്റ്റൽ എനിക്ക് അത്രയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഡേ സ്കോളറായിട്ട് ഷിഫ്റ്റാണ് ചെയ്തത്. പിന്നെ ടീച്ചേഴ്സും പറഞ്ഞതുപോലെ നല്ല ഫ്രണ്ട്ലി ആണ്. ഡൗട്ട് ക്ലിയറൻസ് നമ്മൾ എത്ര ഡൗട്ട് കൊണ്ട് ചെന്നാലും നല്ലോണം നമുക്ക് പറഞ്ഞു തന്ന് ക്ലിയർ ആക്കി മനസ്സിലാക്കി എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ അവർ വിടാറുള്ളൂ. ദെൻ അബൌട്ട് അവരുടെ യൂട്യൂബ് ക്ലാസ്സസ് നമുക്ക് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നതിനെക്കാട്ടിലും അതായത് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സസിൽ ഉള്ള അതേ കാര്യങ്ങൾ തന്നെ അവർ യൂട്യൂബിൽ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം. അവർ ഫ്രീ ആയിട്ട് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ പോയി പഠിക്കുന്നതിന് പുറമെ എക്സാം സമയത്ത് അതായത് GIBs ഒക്കെ വരാൻ നേരത്ത് ഞാൻ ഓൺലൈനിലും യൂട്യൂബിലും ക്ലാസ്സസ് കാണുമായിരുന്നു. അതും നല്ല ഹെൽപ്ഫുള്ളായിരുന്നു എനിക്ക്. പിന്നെ അത്രയേ ഉള്ളൂ. ഫീസ് സ്ട്രക്ചർ എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ ഇൻ കമൻറ്റ് സെക്ഷൻ, ഞാൻ റിപ്ലൈ തരാം. സോ ദാറ്റ്സ് ഇറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ
മറക്കരുത്, forget to comment and like. So that's it. Bye bye. See you in my next video.